ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. Canon MF284DW എന്ന പ്രിൻ്റർ വയർലെസ് ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ വൈഫൈ ത്രൂ എങ്ങനെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പ് എങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന വൈഫൈ ഏതാണ് ആ വൈഫൈയിലേക്ക് നമ്മൾ പ്രിൻ്റർ ഒന്ന് കണക്ട് ചെയ്യണം. ഇവിടെ നിങ്ങൾ മെനു ബട്ടൺ ഹോം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വയർലെസ് ലാൻ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അത് നമ്മളിത് എനേബിൾ ചെയ്യണമെന്നുള്ളത് ചോദിക്കും. അവിടെ യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് കോൺഫിഗറിങ് സെറ്റിംഗ്സ് പറഞ്ഞാൽ ചെറിയൊരു ലോഡിംഗ് ഉണ്ടാവും. ആ ലോഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും സെറ്റിംഗ്സ് അപ്ലൈഡ് പറഞ്ഞാണ്ട്. എന്നിട്ട് ഇവിടെ ജസ്റ്റ് സെർച്ച് ചെയ്യും. ആ പ്രിൻ്ററിൻ്റെ റേഞ്ചിലുള്ള എല്ലാ വൈഫൈ മോഡത്തിൻ്റെ പേരുകളും ഇവിടെ കാണിക്കുന്നുണ്ടാവും. അതിൽ നമ്മൾ വൈഫൈ ഏതാണോ അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ചോദിക്കുന്നത് നമ്മൾ അതിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്യാനാണ്. ജസ്റ്റ് നിങ്ങളുടെ വൈഫൈൻ്റെ പാസ്വേഡ് എന്താണോ അത് ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ എൻട്രി മോഡ് മാറ്റി കഴിഞ്ഞാൽ ചെറിയ അക്ഷരം വലിയ അക്ഷരം അക്കങ്ങളാണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഓക്കെ എന്ന് കൊടുക്കുക. അപ്പോൾ അപ്ലൈ എന്ന് ചോദിക്കും. അവിടെ യെസ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ചെറിയൊരു കണക്ട് എന്നുള്ള മെസ്സേജ് കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് കഴിഞ്ഞാൽ കണക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ടാവും. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളെ പ്രിൻ്റർ വൈഫൈയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കമ്പ്യൂട്ടറിൽ നമ്മളെ പ്രിൻ്ററിനെ കണക്ട് ചെയ്യണം. അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യാനുള്ളത് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം കനോൺ സപ്പോർട്ട് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇവിടെ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കും കനോൺ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ആ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏറ്റവും എളുപ്പത്തിന് സെർച്ച് ബൈ മോഡൽ നെയിം എന്നുണ്ട്. നമ്മുടെ പ്രിൻ്ററിൻ്റെ മോഡൽ നെയിം ഏതാണോ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് താഴെ ലിസ്റ്റ് ചെയ്ത് വരുന്നുണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് നെക്സ്റ്റ് പേജിലോട്ട് പോകുന്നതാണ്. അവിടെ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. ഇവിടെ ബ്രാക്കിൽ ഡിറ്റക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അതായിരിക്കും നിങ്ങളെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത്. സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജ് ഒന്ന് റീലോഡായി വരുന്നതാണ്. അവിടെ ആദ്യം കാണുന്ന ആ ഒരു താഴെ ലിസ്റ്റിൽ ചെയ്ത് ആദ്യം കാണുന്ന ഫയൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡ് ആവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പ്രിൻ്റർ ഏത് വൈഫൈ റൗട്ടറിലാണോ കണക്ട് ചെയ്തത് സെയിം വൈഫൈ റൗട്ടറിൽ മാത്രമേ നമ്മൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ പ്രോസസ്സ് അതിന് ശേഷമേ ചെയ്യാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ആ ഫയലിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് അൺസിപ്പ് ചെയ്യുന്നതാണ്. അതിന് ശേഷം നമ്മൾ ഡൗൺലോഡ്സ് എന്ന ഫോൾഡറിൽ പോയിട്ട് ജസ്റ്റ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, എക്സ്ട്രാക്റ്റ് ചെയ്യണം ഫയലിനെ. എക്സ്ട്രാക്റ്റ് ആയിട്ടില്ല, നേരത്തെ നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യണം. അതിനുശേഷം താഴെ കാണുന്ന ആ ഫോൾഡർ വന്നിട്ടുണ്ടാവും. ആ ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അതിൽ സെറ്റപ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് സെറ്റപ്പ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വരുന്നതാണ്. ഞാൻ വീഡിയോയിൽ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ മസ്റ്റായിട്ട് നിങ്ങൾ സെയിം വൈഫൈ റൗട്ടറിൽ തന്നെ പ്രിൻ്ററും കമ്പ്യൂട്ടറും കണക്റ്റഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ. ഇവിടെ നമ്മൾ ലാംഗ്വേജ് ഏതാണോ അത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ ഇവിടെ കണക്ഷൻ മെത്തേഡാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ വയർലെസ് ആയിട്ടുള്ള സെറ്റപ്പാണ് അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് കാണുന്ന സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ രണ്ടാമത്തെ കസ്റ്റമർ എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. USB സെലക്ട് ചെയ്യരുത്. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ വീണ്ടും ഒന്ന് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒരു സെർച്ചിങ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ റൗട്ടറിൽ നമ്മൾ കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത റൗട്ടറിൽ ഏതൊക്കെ പ്രിൻ്റർ കണക്റ്റ് ആയിട്ടുണ്ടോ അതിൻ്റെ ലിസ്റ്റ് ചെയ്ത് വരുന്നതാണ്. ഇവിടെ കുറച്ച് നേരം ചെറിയൊരു ലോഡിങ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ലോഡിങ് കഴിയോളം ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും ഇങ്ങനെ ഒരു പ്രിൻ്റർ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞാണ്ട്. അപ്പോൾ ജസ്റ്റ് അത് നമ്മൾ നേരത്തെ ഉദ്ദേശിച്ച പ്രിൻ്റർ തന്നെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ അവിടെ ജസ്റ്റ് ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രിൻ്ററിനെ ഫസ്റ്റ് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾ പ്രിൻ്ററിനെ റൗട്ടറിൽ കണക്ട് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് ഇവിടെ ലിസ്റ്റ് ചെയ്യുകയുള്ളൂ. അതേപോലെ സെയിം നെറ്റ്വർക്ക് തന്നെ നമ്മൾ ലാപ്ടോപ്പോ കമ്പ്യൂട്ടർ കണക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ആഡ് എന്നുള്ള കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് എന്നുള്ളത് താഴെ കാണുന്ന സ്റ്റാർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതോടുകൂടി ചെറിയൊരു ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ കുറച്ച് നേരം പാടെ ഒന്ന് വെയിറ്റ് ചെയ്യണം.
ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് എന്നുള്ള മെസ്സേജ് വരുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അൺടിക്ക് ചെയ്തതിന് ശേഷം എക്സിറ്റ് എന്ന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വയർലെസ് സെറ്റപ്പ് കോൺഫിഗറേഷൻ ഏകദേശം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാമ്പിളിന് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ സാമ്പിളിന് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ് വയർലെസ് ആയിട്ട് പ്രിൻറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് USB കണക്ട് ചെയ്യാതെ തന്നെ നിങ്ങൾ കമ്പ്യൂട്ടറിൽ നിന്നോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്നോ നിങ്ങൾക്ക് വയർലെസ് ത്രൂ, അതായത് വൈഫൈ ത്രൂ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആദ്യം നിങ്ങൾ കമ്പ്യൂട്ടർ മസ്റ്റായിട്ട് നിങ്ങൾ വൈഫൈ റൗട്ടറിൽ കണക്ട് ചെയ്തിരിക്കണം. അതിനുശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് സെയിം വൈഫൈ തന്നെ കണക്ട് ചെയ്താൽ മാത്രമേ ഈ പ്രോസസ്സ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.